ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ഹോം മെയ്ഡ് ചില്ലി ചിക്കൻ ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഒരു ബോളെടുത്തു, അതിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുത്തു. കുറച്ച് മൈദ മതി. ആ മൈദയുടെ പകുതിയോളം നമ്മൾ കോൺഫ്ലവർ, ക്രിസ്പായിട്ടിരിക്കാൻ വേണ്ട കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. കോഴിമുട്ട, വെള്ളം മുട്ടയാണ്. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു. എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. സാധാരണ ചൈനീസ് വിഭവങ്ങൾക്ക് മുളക് പൊടിയൊന്നും ചേർക്കാറില്ല, അതുകൊണ്ടാണ്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് സോയ സോസാണ്. സോയ സോസ് ഒരു 1-2 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തിരിച്ചും ചെയ്യാം കേട്ടോ. നമ്മുടെ ഇറച്ചിയിലേക്ക് ഈ പൊടികൾ ചേർത്ത് മിക്സ് ചെയ്തിട്ട് പൊടികൾ ചേർക്കാം. അല്ലെങ്കിൽ പൊടിയിലേക്ക് ഇങ്ങനെ ഇറച്ചി എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് ഏറ്റവും നല്ലത്. എല്ലില്ലാത്ത ചിക്കൻ പീസാണ് ഏറ്റവും നല്ലത്. ചില്ലി ചിക്കന് ബോൺലെസ് ചില്ലി ചിക്കൻ എന്ന് പറയും. വിത്ത് ബോണും കൊടുക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പം ഇത് തിരിച്ച് ചെയ്യാം. അതായത് ചിക്കൻ എടുത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, കുരുമുളക് പൊടി ഇടുക, സോയ സോസ് ഒഴിക്കുക, ഉപ്പ് കൂടി ഇടുക. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മൈദയും കോൺഫ്ലവറും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്താലും നന്നായിരിക്കും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, ഒരു കോട്ടിങ് ഉണ്ടാവണം, ടേസ്റ്റ് ഉണ്ടാവണം, അത്രയുള്ള കാര്യം. നമുക്കിനി പാൻ ചൂടാക്കി ഇത് ഓരോന്നോരോന്നിട്ട് പെറുക്കിയിടാം. മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിച്ച് പോകും. പെറുക്കിടുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഇത് മുഴുവനും നമുക്ക് ഒരു സെറ്റങ്ങ് നേരത്തെ ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ച് മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടരുത്. ഹൈ ഫ്ലെയിമിലിട്ടുള്ള കുഴപ്പം പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളിൽ വെന്ത് കിട്ടില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് ആദ്യമേ ഒരു നല്ല തീ ഇടുക, എന്നിട്ട് നന്നായിട്ട് തീ കൂടി വരുമ്പോഴേക്കും ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കുക, അതായത് വേവിച്ചെടുക്കുക. നമുക്കിത് ഏകദേശം പരിപാടിയുണ്ട്, കോരി മാറ്റാം. ഹോട്ടലിലൊക്കെ ആകുമ്പോഴേക്കും ഇതിനകത്തുകൂടി കളർ കൂടി ചേർക്കും കേട്ടോ. റെഡ് കളർ കൂടി ചേർക്കും ഇതിനകത്തേക്ക്. നമ്മളിപ്പം ഇതിനകത്ത് ചേർക്കുന്നില്ല. വേണമെങ്കിൽ ഗ്രേവിയിൽ ചേർത്ത് കൊടുക്കാം. ആ ചിക്കൻ വറുത്തെണ്ണ കുറച്ചെടുത്തു. അപ്പോൾ നമുക്കിതിന് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാപ്സിക്കം, സവാള, തക്കാളി, നമ്മുടെ വറുത്ത ചിക്കൻ, പിന്നെ സെലറി ഇലയോ സ്പ്രിംഗ് ഒണിയനോ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ കൊത്തി അരിഞ്ഞ ഇഞ്ചി, വട്ടത്തിലരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചില്ലി സോസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് ഇവിടെ ഒഴിവാക്കാം, പകരം ചില്ലി സോസ് കൂടുതൽ ഉപയോഗിക്കാം. അതല്ല ചില്ലി സോസ് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയെടുക്കാം. അത് നമ്മളുടെ ഇഷ്ടം, എരിവിനനുസരിച്ചുള്ള പച്ചമുളകോ അല്ലെങ്കിൽ ചില്ലി സോസോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിച്ചും ഉപയോഗിക്കാം. അതുപോലെ സ്ക്വയർ പീസായിട്ടുള്ള സവാള 4ആയിട്ട് മുറിച്ചിട്ട് വട്ടം ഒന്നുകൂടി മുറിച്ചു. എന്നിട്ട് അടർത്തി അടർത്തി എടുക്കുമ്പോൾ വിട്ട് കിടക്കും. നമ്മൾ ചതുര കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ട് ഇളക്കി അടർത്തി എടുക്കാൻ പോകുമ്പോഴേക്കും കുറേയൊക്കെ അടർന്നോ കുറേയൊക്കെ അടരാതെ കിടക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അടർത്തി ഇട്ടാൽ അത്രയും നല്ലത്. അപ്പോൾ സവാള ഇതൊക്കെ ഒന്ന് ജസ്റ്റ് വാടിയാൽ മതി കേട്ടോ, വേവേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു രുചി അങ്ങ് പോകും. ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് കാപ്സിക്കം നമുക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടി ചേർത്തിടാം, കുഴപ്പമില്ല. കാര്യം അധികം വേവിച്ച് കളയുന്നില്ല, വേവിച്ച് ഉടയ്ക്കുന്നില്ല നമ്മൾ. ഇപ്പോൾ തന്നെ നമുക്ക് തക്കാളി കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. തക്കാളിയും 4ആയിട്ട് മുറിച്ചിട്ട് വട്ടം ഒന്ന് മുറിച്ചു, അതായത് നമ്മൾ സാമ്പാറിനൊക്കെ കഷ്ണിക്കുന്ന പോലെ ചെറിയ സ്ക്വയർ പീസായിട്ട് കഷ്ണിച്ചെടുത്തു. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകായി, സവാളയായി, തക്കാളിയായി, കാപ്സിക്കം മുളകായി ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളി ഒന്ന് ചൂടായാൽ മാത്രം മതി, വേകേണ്ട ആവശ്യമില്ല. നമുക്കിതിലേക്ക് സോയ സോസ് ചേർത്ത് കൊടുക്കാം. അത് ഡാർക്ക് സോയ ഉണ്ട്, ലൈറ്റ് സോയ ഉണ്ട്. ലൈറ്റ് സോയ ആണെങ്കിൽ ചെറിയൊരു ബ്രൗണിഷ് നിറം ഉണ്ടാകത്തുള്ളൂ. ഡാർക്ക് സോയ ആണെങ്കിൽ നല്ല കറുപ്പ് നിറം ഉണ്ടാകും. അപ്പോൾ അത് കൂടുതൽ മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല കറുപ്പ് നിറം കിട്ടാൻ വേണ്ടി നമുക്ക് ഡാർക്ക് സോയ ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചില്ലി ചിക്കനൊക്കെ ചുമന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ലൈറ്റ് സോയ ആയാലും കുഴപ്പമില്ല. അപ്പോൾ ടൊമാറ്റോ സോസ് ചേർക്കാം. ഒരു 2-3 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസും ഉണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ട്. ടൊമാറ്റോ സോസാണ് കറികൾക്ക് ഉപയോഗിക്കുന്നത്. കെച്ചപ്പ് നമ്മൾ ബ്രെഡിനകത്ത് ചേർത്ത് കഴിക്കാനോ കട്ട്ലറ്റ് കഴിക്കാനൊക്കെയാണ് കെച്ചപ്പ് ഉപയോഗിക്കുന്നത്. കെച്ചപ്പിനകത്ത് മധുരം കൂടുതലാണ്, സോസിനകത്ത് മധുരം കുറവാണ്. ഓക്കെ, അപ്പോൾ സോസ് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം സോയ സോസായി, ഉപ്പ് പൊടിയായി, കുരുമുളക് പൊടിയായി. ഇനി ഒരു ലേശം ചൂടുവെള്ളം
അതായത് നമ്മൾ ഈ സോസുകളും ഈ ഉപ്പും കുരുമുളകും എല്ലാം കൂടി ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. അതൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ വറുത്ത് കോരിയ ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി. അപ്പോൾ അതുകൂടി ഒന്ന് കോട്ടായി വിടണം. ആ കോട്ടാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞില്ല, ഇത് ക്ലാസ്സിലുണ്ടാക്കുന്ന വീഡിയോ ആണ്. ക്ലാസ്സിലെ കുട്ടികളുടെ നിർബന്ധപ്രകാരം അവർക്ക് ഇച്ചിരി കളർ വേണമെന്ന് പറയണോ. ഞാൻ കളർ ഉപയോഗിക്കാറില്ല, എന്നാലും അവർക്ക് അതിൻ്റെ നിറം ചേർത്താൽ എങ്ങനെയായിരിക്കണം എന്ന് അറിയാൻ വേണ്ടിയിട്ട് കളർ ചേർക്കാൻ പറഞ്ഞു. ഞാനൊരല്പം റെഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും വീട്ടിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചെയ്യരുത്. കാര്യം ഇത്രയും ചീത്ത സാധനം വേറെ ഒന്നുമില്ല. ആ കളറൊന്നും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി കേടുണ്ട്, ദോഷം തന്നെയാണ്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കലക്കി ചേർത്തു. അപ്പം നല്ലൊരു പെരണ്ട. ഇപ്പോൾ നമുക്കിത് ഓർഡർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുമ്പോഴോ 2-3 തരം ഉണ്ടാക്കാം. ഡ്രൈ ചില്ലി ചിക്കൻ ഉണ്ടാക്കാം, വിത്ത് ഗ്രേവി ഉണ്ടാക്കാം, സെമി ഗ്രേവി ഉണ്ടാക്കാം. അപ്പം ഇനിയിപ്പോൾ ചിക്കനെ കിട്ടുമ്പോൾ കുറച്ച് ഒരു പീസൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാം എടുത്തിട്ട് ഇതുപോലെ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കിയൊന്ന് ട്രൈ ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ഇനി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും, നല്ല രസമല്ലേ. ലൈക്ക് ചെയ്യും, ആർക്കും ഒരു ഛേദവും ഇല്ല. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. ബൈ.